ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ T20 പരമ്പര വിജയം ആഘോഷമാക്കുകയാണ് ടീം ഇന്ത്യ. സംസാരിക്കാനുള്ളത് സഞ്ജു സാംസണെയോ തിലക് വർമ്മയോ കുറിച്ചോ അല്ല, ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെ കുറിച്ചാണ്. ഇന്ത്യയുടെ പരമ്പര വിജയത്തിനൊപ്പം മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു സാംസണും യുവതാരം തിലക് വർമ്മയും നേടിയ 2 വീതം സെഞ്ചുറികൾക്കൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ മികവ്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ ഒരു പരമ്പര വിജയിക്കുക എന്നത് അത്ര നിസ്സാരമായ കാര്യമല്ല. എയ്ഡൻ മാർക്രം, ഹെൻറിച്ച് ക്ലാസൻ, ഡേവിഡ് മില്ലർ തുടങ്ങി പരിചയസമ്പന്നരായ താരങ്ങളും മാർക്കോ ജാൻസൺ, ജെറാൾഡ് കോട്സി പോലുള്ള അപകടകാരികളായ യുവതാരങ്ങളും അടങ്ങുന്ന കരുത്തരാണ് ദക്ഷിണാഫ്രിക്കൻ പടയിലുള്ളത്. അവരുടെ സ്വന്തം മണ്ണിൽ നടക്കുന്ന പരമ്പരയിൽ ഒരു പിടി യുവതാരങ്ങളുമായെത്തി 4-ൽ 3 വിജയിച്ചിരിക്കുകയാണ് ടീം ഇന്ത്യ. ക്യാപ്റ്റന്റെ പക്വതയും നിശ്ചയദാർഢ്യവും തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. പരമ്പരയിലുടനീളം സൂര്യകുമാർ യാദവിന്റെ ക്യാപ്റ്റൻസി മികവിന്റെ അങ്ങേയറ്റം വരെ കണ്ട് ത്രില്ലടിച്ച എത്രയെത്ര നിമിഷങ്ങളാണ് ഉണ്ടായത്. വിജയത്തിലും പരാജയത്തിലും ഒരു പുതിയ ക്യാപ്റ്റന്റെ പക്വത കുറവോ പതർച്ചയോ ഇല്ലാതെ സൂര്യകുമാർ മുന്നിൽ നിന്ന് നയിച്ചു. സഞ്ജു സാംസണും തിലക് വർമ്മയും അടക്കമുള്ള യുവതാരങ്ങളിൽ വിശ്വാസം അർപ്പിക്കുകയും അവർക്ക് സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തത് നമ്മൾ കണ്ടു. ഇന്ത്യയുടെ എക്കാലത്തെയും മികച്ച T20 നായകനിലേക്ക് ഉയരാനുള്ള ശേഷി തനിക്കുണ്ടെന്ന് കൂടിയാണ് സൂര്യ പ്രോട്ടീസ് മണ്ണിൽ തെളിയിച്ചത്. യുവതാരങ്ങളെ സൂര്യ പിന്തുണയ്ക്കുന്ന രീതി പുതിയൊരു ടീമിനെ വാർത്തെടുക്കുന്നതിൽ നിർണായകമാണ്. പരമ്പര വിജയം നേടിയതിനു ശേഷം ട്രോഫി സൂര്യ സമ്മാനിച്ചത് ടീമിലെ ഏറ്റവും പുതുമുഖ താരങ്ങൾക്കായിരുന്നു. ഏതൊരു പുതുമുഖ താരത്തെ സംബന്ധിച്ചും വളരെയേറെ ആത്മവിശ്വാസം പകരുന്നതാണ് ക്യാപ്റ്റന്റെ ഇത്തരം സമീപനങ്ങൾ. ക്യാപ്റ്റൻ തങ്ങളെ വിശ്വാസത്തിലെടുക്കുന്നു, ടീമിലെ അനിവാര്യമായി കാണുന്നു എന്ന സന്ദേശം കൂടിയാണ് ഇതുവഴി സൂര്യ കൈമാറിയത്. കളിക്കളത്തിലും ഇതിന്റെ പ്രതിഫലനമാണ് നമ്മൾ കണ്ടത്. ദക്ഷിണാഫ്രിക്കൻ മണ്ണിൽ യുവ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുകയായിരുന്നു. മികച്ച ഫോമിലുള്ള സഞ്ജു സാംസൺ, തിലക് വർമ്മ എന്നിവരെ ഗ്രൗണ്ടിൽ ആടി തിമിർക്കാൻ വിട്ട് ആത്മവിശ്വാസത്തോടെയും തെല്ലൊരു പുഞ്ചിരിയോടെയും ഡഗ്ഔട്ടിലിരുന്ന് കളി കാണുകയായിരുന്നു സൂര്യ. അതും T20-ലെ 1-ാം നമ്പർ ബാറ്ററായിരുന്ന മിസ്റ്റർ 360. മലയാളി താരം സഞ്ജു സാംസനെ തന്നെ ആദ്യം പറയാം. നേടുന്ന റൺ ഒരു പ്രശ്നമേ അല്ലെന്നും ഇനിയുള്ള 7 മത്സരങ്ങളിലും സഞ്ജുവിനെ ഓപ്പണറായി തന്നെ ഇറക്കുമെന്ന് പരമ്പരയ്ക്ക് മുൻപ് സൂര്യ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരന് ഉറപ്പു നൽകുന്നു. ആ വാക്കുകൾ സഞ്ജുവിന് നൽകിയ ആത്മവിശ്വാസം എത്രയാണെന്ന് സഞ്ജുവിന്റെ വാക്കുകളിലൂടെ തന്നെ നമ്മൾ അറിഞ്ഞിട്ടുള്ളതാണ്. ആദ്യ മത്സരത്തിലെ സെഞ്ചുറിക്ക് ശേഷം ബാക്ക് ടു ബാക്ക് ഡക്കായപ്പോൾ സോഷ്യൽ മീഡിയയും വിമർശകരും സഞ്ജുവിനെ എഴുതിത്തള്ളി. പക്ഷേ സൂര്യ കൈവിട്ടില്ല. 4-ാം T20-യിലും ഇന്ത്യൻ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുകയെന്ന ദൗത്യം സഞ്ജുവിന് തന്നെ നൽകി. തന്നിൽ വിശ്വാസമർപ്പിച്ച ക്യാപ്റ്റന് സഞ്ജു പകരം നൽകിയത് വീണ്ടും അതിമനോഹര സെഞ്ചുറിയായിരുന്നു. തുടർച്ചയായ അവസരങ്ങൾ നൽകിയാൽ നാണക്കേടുകളുടെ റെക്കോർഡുകളുടെ ക്ഷീണം തീർത്ത് ലോക റെക്കോർഡുകൾ സ്വന്തമാക്കാൻ സഞ്ജുവിന് കഴിയുമെന്ന് സൂര്യയും തെളിയിച്ചു. ഇനി തിലക് വർമ്മയിലേക്ക് വരാം. 2-ാം മത്സരത്തിലെ വിജയത്തിനു ശേഷം യുവതാരമായ തിലക് താൻ 3-ാം നമ്പറിൽ ഇറങ്ങിക്കോട്ടെ എന്ന് ക്യാപ്റ്റനോട് ചോദിക്കുന്നു. സാധാരണയായി 1 ഡൗണായി ഇറങ്ങാറുള്ള സൂര്യ ഇത്തവണ തിലക് വർമ്മയ്ക്ക് വേണ്ടി വഴിമാറിക്കൊടുത്തു. ലോക ക്രിക്കറ്റിൽ 1-ാം സ്ഥാനം അലങ്കരിച്ചിരുന്ന താരം തന്റെ ഫേവറിറ്റ് പൊസിഷൻ ഒരു 22-കാരൻ പയ്യന് വേണ്ടി ഒഴിഞ്ഞുകൊടുക്കുന്നു. സൂര്യയുടെ സ്ഥാനത്ത് മറ്റൊരു ക്യാപ്റ്റൻ ആയിരുന്നെങ്കിൽ അങ്ങനെയൊന്നും സംഭവിക്കുമോ എന്ന് പോലും സംശയമാണ്. നിസ്വാർത്ഥത എന്ന വാക്കിന്റെ അർത്ഥം ക്യാപ്റ്റൻ സൂര്യ കാണിച്ചു തന്നു. 3-ാം മത്സരത്തിൽ 1 ഡൗണായി ഇറങ്ങിയ തിലക് തന്റെ കന്നി T20 സെഞ്ചുറിയാണ് അതിന് സമ്മാനമായി ക്യാപ്റ്റന് തിരിച്ചു നൽകിയത്. തുടർച്ചയായ 2-ാം മത്സരത്തിലും അതേ പൊസിഷനിൽ അതേ പയ്യനെ കൊണ്ട് സെഞ്ചുറി അടിപ്പിച്ച് സൂര്യ ഹീറോയിസം തെളിയിച്ചു. യുവതാരങ്ങളെ വെച്ച് ഹാട്രിക് പരമ്പരയും നേടി. അടുത്ത T20 ലോകകപ്പിൽ കിരീടം നിലനിർത്താനിറങ്ങുന്ന ഇന്ത്യയുടെ പ്രതീക്ഷകൾ സൂര്യയുടെ കൈകളിൽ ഭദ്രമാണെന്ന് നിസ്സംശയം പറയാം. നന്ദി ക്യാപ്റ്റൻ സൂര്യ. ബാക്ക് ടു ബാക്ക് ഡക്കുകൾക്ക് ശേഷവും സഞ്ജുവിനെ വിശ്വസിച്ചതിന്, അവസരം നൽകിയതിന്, തിലകിന് സ്വന്തം പൊസിഷൻ ഒഴിഞ്ഞുകൊടുത്ത് അവസരം കൊടുത്തതിന്, ഇന്ത്യയെ വിജയിപ്പിച്ചതിന്, യുവരക്തങ്ങൾക്ക് ആത്മവിശ്വാസത്തോടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിന്റെ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ പിന്തുണ നൽകിയതിന് നന്ദി ക്യാപ്റ്റൻ.